ഇനിയിപ്പോൾ ബാക്കി എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറും. സാമുവേൽ മുദ്രിതനായിരിക്കുന്നു. നാമത്തിൽ സാമുവേൽ മാമോദിസ മുക്കപ്പെടുന്നു. ലഞ്ചു ഇന്നെന്നാ സ്പെഷ്യാലിറ്റി? ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, ഇന്ന് നോക്കിയിട്ട് പറ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മുടെ അടുത്ത് കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു എന്നാണ് സി ചേച്ചിയും കുഞ്ഞാമയും നമ്മുടെ വീട്ടിൽ വരുന്നതെന്ന്. എന്നാ സി ചേച്ചിയും കുഞ്ഞാമയും നമ്മുടെ വീട്ടിൽ വരുന്നത്? ഇന്ന് വന്നു കേട്ടോ. ഇന്ന് ഒഫീഷ്യലി നമ്മൾ ചെറുക്കനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അഞ്ചും ഞാനുമാണ് ഗോഡ് മദറും ഗോഡ് ഫാദറും കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വൈറ്റും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് എല്ലാം റെഡി ആയി നോക്കിയാലോ. ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം താഴെ പോയി എല്ലാം റെഡി ആകണേ. ചെറുക്കൻ്റെ ഫാദർ തലയോട്ടപ്പനും ഞങ്ങൾ വെള്ളയാക്കിയിട്ട് റെഡി ആയി കേട്ടോ. പപ്പയും മമ്മിയും വെള്ളയാണ്. ഇതിനകത്ത് എന്ത് ചെയ്യും? അവനെന്ത് ചെറുക്കൻ എന്ത് കരച്ചിലോടെ മേളിൽ കേട്ടല്ലോ. ആണോ? ചെറുക്കൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ട് ചെറുക്കൻ അകത്തോട്ട് കൊണ്ടുപോയി കാണും കേട്ടോ. അപ്പൊ ജിനോശാസിനാണെങ്കിൽ ഇന്നൊരു ജുബ കാണിച്ചേ നോക്കട്ടെ. ഫാദർ ഫുഡിലേക്ക് കടന്നപ്പോഴും ഇതുണ്ടോ മച്ചൂരിറ്റി അല്ലേ നിങ്ങളെ മച്ചൂരിറ്റി തോന്നിക്കുന്ന ഡ്രസ്സുകളാണ് ഇപ്പൊ ജിനോശം കൂടുതലും. നമ്മള് വീടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ഇട്ടപ്പോ ചെറുക്കനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഒരു ലൈറ്റ് ഓൺ ചെയ്യും. നമ്മള് ചെറുക്കൻ വന്ന് കഴിയുമ്പോഴേക്കും ചെറുക്കനെ വീട്ടിൽ വരുമ്പോഴേക്കും നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ റെഡിയാവും അമ്മച്ചി റെഡി. എൻ്റെ പള്ളിയിലെ പേര് സെബാസ്റ്റ്യനാണ് കേട്ടോ. അഞ്ചു അന്നയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് തലതൊട്ടപ്പയും. അതുപോലെ തന്നെ ചെറുക്കനെ മാമോദിസ മുക്കുന്നേ നമ്മുടെ ജോജോച്ചനാണ്. എൻ്റെ അനിയനായിട്ട് ഒരു ചേട്ടനായിട്ടല്ലോ. അനിയനായിട്ട് 2 മാസമൊക്കെ എന്നെക്കാൾ മൂത്തല്ലേ? 2 മാസം എന്നെക്കാൾ മൂത്താണ്. ജോജോച്ചൻ തന്നെയാണ് നമ്മുടെ ചെറുക്കനെ മാമോദിസ മുക്കുന്നത്. എല്ലാവരും വന്നിട്ടുണ്ട്. ജിനോശ നമ്മൾ എപ്പോഴും ഇറങ്ങുന്നത്? ഏകദേശം നമ്മളൊരു 10:30 നമ്മൾ 10:30 കഴിയുമ്പോഴേക്കും ഇറങ്ങും കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 10:30 ആവുന്നുണ്ട്. ഇനി നമ്മള് ചെറുക്കനെ കാണിച്ചു തരാം. ചെറുക്കാപ്പി ഇവിടെ സൂപ്പർ കരച്ചിലായിരുന്നു. രാവിലെ പാലൊക്കെ കുടിച്ചിട്ടിരിക്കുവാണ്. എടാ എനിക്കടാ ഉടുപ്പിടുമ്പോ ഉറങ്ങിയാ നീ ഇട്ട് മേടിക്കും കേട്ടോടാ. അപ്പൊ നമ്മൾ ഇവനെ ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന സുസൈനാണ് കേട്ടോ. എന്റെ ഫ്രണ്ട് ജസിയേട്ടനുണ്ട്. ജസിയേട്ടന്റെ കസിൻ ആണ്. അപ്പൊ മൂലമറ്റം തൊടുപുഴ റൂട്ടിലാണ് ചേച്ചിയുടെ ബൊട്ടീക്ക്. ഇവര് നമുക്ക് കസ്റ്റമൈസും അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഉടുപ്പിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉടുപ്പാ കാണിക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ചെറുക്കനെ ഫസ്റ്റ് ഉടുപ്പ് ഇടിപ്പിക്കാം കേട്ടോ. നിനക്ക് തൊപ്പിയൊക്കെ ഉണ്ടല്ലോടാ. ഓ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ കുറച്ച് മുമ്പ്. നിങ്ങളുടെ ഫാമിലി ഫോട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുവാണ്. നമുക്ക് ലേറ്റ് ആയ സമയം ഇതുണ്ട്. കറക്റ്റ് 5 മിനിറ്റേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ഇനി പള്ളിയിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ ചെറുക്കൻ പോകുന്നത് ഫോർച്യൂണറിലാണ് കേട്ടോ. ചേച്ചിക്ക് കയറാനും ഇറങ്ങാനൊക്കെ എളുപ്പമുണ്ട്. ആണോ? ഇഹാനെ എടാ വാവച്ചി നീ ഉറങ്ങിയാണോ? ഉറങ്ങട്ടെ കേട്ടോ. നമ്മൾ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ചേച്ചിയുടെ സാരി അടിപൊളിയാണല്ലോ. അതുപോലെ തന്നെ നമ്മളുണ്ടല്ലോ ഇവന്റെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ സുസൈനാണ്. സുസൈൻ മൂലമറ്റം തൊടുപുഴ റൂട്ടിൽ നമ്മുടെ ജസിയേട്ടന്റെ കസിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും ഡീറ്റെയിൽസും മൊബൈൽ നമ്പർ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി കയറിയാലോ. അപ്പോൾ ചേച്ചിക്ക് പോകാനുള്ള വണ്ടി റെഡി. ചേച്ചി ഫോർച്യൂണറിലാണ് കയറുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചേച്ചിനെ ഫ്രണ്ടിൽ കയറ്റാം കേട്ടോ. കുഴപ്പമില്ല, ഈ സൈഡ് കയറാൻ പറ്റും അല്ലേ ചേച്ചി? ഓ അടിപൊളി. അപ്പോൾ സി ചേച്ചി കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇവരായി കയറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നേരെ പള്ളിയിലോട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിമ്മിച്ചിനെ പുറയിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ 3 പേരുമാണ് ഈ വണ്ടിയിൽ. ഓൾ സെറ്റ്. അപ്പോൾ ഞാനും കയറിയിട്ടുണ്ട്. അയ്യോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമൽസ് ഇട്ട് യാത്രയൊക്കെ ഭയങ്കര ഡിസ്കംഫർട്ടബിൾ അല്ലേ? പക്ഷേ എനിക്ക് ചേരുന്ന ഫോമൽസ് ആണ് കാഷ്വൽസ് ആണ്. അജു ആണോ? പക്ഷെ എനിക്ക് ഇഷ്ടം കാഷ്വൽസ് ആണ് കേട്ടോ. എനിക്ക് ഫോമൽസ് അത്ര ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല അതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണ് കേട്ടോ. നമ്മളിന് നേരെ പള്ളിയിലേക്കാണ്. നമ്മൾ കുടമാളു പള്ളി വെച്ചിട്ടാണ് നമ്മൾ മാംസം വെക്കണേ. അങ്ങനെ ഫൈനലി നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിമ്മിച്ചാ ചാടിക്കോ. ഈ വണ്ടിയുടെ പുറകെ ഒരു സാധനമൊക്കെ എടുത്തായിരുന്നോ? ഇതാണ് ചെറുക്കൻ്റെ
ഈ ഡ്രസ്സ് ആക്ച്വലി എന്തിനാണാമേ? മാമോദിസ കഴിഞ്ഞിട്ടാണോ ഡ്രസ്സല്ലേ ഇത്? ഓ അടിപൊളി. നമ്മളങ്ങനെ പള്ളിയിലോട്ട് കയറാൻ വേണ്ടി പോകണം കേട്ടോ. ഓ ടെൻഷൻ ഉണ്ടോ ചാച്ചാ? എനിക്ക് കല്യാണം കഴിച്ച ഇത്ര ടെൻഷൻ ഇല്ലല്ലേ? അപ്പോൾ നമ്മളിനി പയ്യെ പള്ളിയിലോട്ട് കയറാൻ വേണ്ടി പോകണം കേട്ടോ. ചേച്ചി നമുക്കിപ്പോൾ പള്ളി കയറാൻ പറ്റത്തില്ലല്ലോ. അച്ഛൻ വന്ന് അത്രയും നേരം നമ്മളിവിടെ നിൽക്കണം അല്ലേ? 5 എന്നാണെങ്കിലും ചെറുക്കനെ എടുത്ത് സെറ്റായി കേട്ടോ. എടി എനിക്ക് എടുക്കാൻ അറിയത്തില്ല ഇതുപോലെ. ഇഹാൻകുട്ടൻ, എടാ ചെറുക്കാപ്പി, എടാ ഇഹാൻകുട്ടാപ്പി. അവനാണെങ്കിൽ കുഞ്ഞായിട്ട് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. നമ്മുടെ കസിൻസും എല്ലാവരും വേണ്ടപ്പെട്ട അടുത്തടുത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാർ. അപ്പം നമുക്കിനി പള്ളി കയറാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പയ്യെ കുർബാന തുടങ്ങും. അപ്പനും അമ്മയും ഉടുപ്പ് ഇനിയിപ്പോൾ ബാക്കി എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറും. നമ്മളാണ് ഗോഡ് ഫാദറും ഗോഡ് മദറും. അപ്പം നമ്മളിവിടെ നിൽക്കണം കേട്ടോ. തിരിച്ചു പിടിക്കാം. തല ഇങ്ങനെ സൈഡിലോട്ട് ചോദിക്കും, നിങ്ങൾക്ക് ലഭിക്കും. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ എപ്പോഴും എന്നേക്കും. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സാമുവേൽ മുദ്രിതനായിരിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ മോദമോടിയും പാടുന്നു. അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സാമുവേൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സാമുവേൽ മാമോദിസ മുക്കപ്പെടുന്നു. വലതുകൈ ശ്രമിച്ചു നീട്ടി പിടിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചെറുക്കൻ്റെ മാമോദിസ കഴിഞ്ഞു കേട്ടോ. കറക്റ്റ് ഫാദർഹുഡിലേക്ക് കടന്നപ്പോഴേക്കും ഉണ്ടല്ലോ അല്ലേ? എക്സ്പീരിയൻസ് കറക്റ്റ് എളുപ്പമാണ് കേട്ടോ. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. നമ്മുടെ ചെറുക്കന് പേരിട്ടിരിക്കുന്ന അച്ഛനാണ് കേട്ടോ. മാമോദിസ പേര് പറഞ്ഞു സാമുവേൽ. സാമുവേലിനാണ് ഇവന്റെ മാമോദിസ പേര്. സാമു ഭയങ്കര ഇറക്കാം. അപ്പൊ നമുക്കിനി പയ്യെ വീട്ടിലേക്ക് പോകാം. ഇനി ഇവിടുന്നുള്ള ഫുൾ വീഡിയോ ജോബിനാണ് കേട്ടോ. ജോബിന് കട്ട ഫോർമലാണ്. ജോബിന് മഴയായതുകൊണ്ട് ഷൂസ് ഇല്ല കേട്ടോ. ഞങ്ങൾ എല്ലാ ഫോർമൽസോട്ട് മാറിയാലെന്ന് വിചാരിക്കുക കേട്ടോ. ഇവിടെ വേറെ ഒരുത്തനുണ്ട്, ഇവനും ഫോർമൽസ് ആണ് കേട്ടോ. എല്ലാവരും മഴ ആയതുകൊണ്ട് ഈ പാന്റിന്റെ ഇടം വരെയുള്ള ഫോർമൽ, അവിടെ നിന്ന് അങ്ങോട്ട് ഫോർമൽ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വയ്യ വീട്ടിലോട്ട് പോയല്ലേ? ഫുഡ് വിശക്കാൻ തുടങ്ങി ജോബിനെ? ഇല്ല, എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മളെല്ലാം തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകണം. അവർ കാര്യം ജാമ്മിക്ക് വണ്ടി കയറി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. അതാകുമ്പോഴേക്കും അവർ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. വണ്ടിയാണെങ്കിൽ നല്ല പഴുത്ത് കിടക്കുവാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോയാലോ വീട്ടിലോട്ട് പോയാലോ? നന്ദു ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നന്ദു അല്ല ഇപ്പൊ തന്നെ കഴിക്കാം. ആരായിരിക്കണ്ടേ? ഫസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ജോബി ഫ്രൈസ് ഗിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് നന്ദു തന്നെ ചെയ്ത ഫ്രെയിമാണ്. നന്ദുവിന്റെ പ്രൊഫഷനാണ് കേട്ടോ ഇത്. ഞാനിത് ചെയ്ത് അത് അഴിച്ച് കാണിച്ചിട്ട് ഞാൻ പറയാം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണേലും. അടിപൊളിയായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതിനായിരുന്നു ഫോട്ടോസ് ചോദിച്ചല്ലേ? ആ എടുത്ത് കാണിച്ച്. ഇത് കണ്ടല്ലോ, ഇത് നന്ദു തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. നന്ദുവിന്റെ പ്രൊഫഷനാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നന്ദു ഇത് നീ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത സംഭവം എന്താണ്? ഇവിടെ തൊട്ട് ഈ സൈഡിൽ നിന്ന് അതായത് നമ്മൾ ബർത്ത് ഫ്രെയിം ആണ് കേട്ടോ. അതായത് നമ്മൾ ജനിക്കുമ്പോഴുള്ള കൊച്ചിന്റെ ഡീറ്റെയിൽസ് ഫുൾ കണ്ടോ. ദിവസം, എത്ര വെയിറ്റ് ഉണ്ട്, ടൈം, ഹൈറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, ഏത് ഹോസ്പിറ്റലാണ്, ഡോക്ടറിന്റെ പേര്, അങ്ങനത്തെ എല്ലാ സാധനം വെക്കാം. അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ എല്ലാ ഡീറ്റെയിൽസ് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുമ്പോഴേക്കും ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും സാധാരണ നമ്മളെല്ലാം മറന്നു പോകാൻ ചാൻസ് ഉള്ള സാധനമാണ്. അത് ഫുള്ള് നന്ദു ഫ്രെയിം ആക്കി തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നന്ദുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം പേജ് സൈഡ് കാണിച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നന്ദു അങ്കിൾ. അയ്യോ ഇനി നന്ദു മാമന് ജോയ് ഫ്രൈമസ് ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പോണ്ട് അല്ല ഏതാ വീട്ടിൽ തന്നെ മതിയോ?
അത് വീട്ടിൽ ചെല്ലു കുഴപ്പമില്ല. ജോയ് ഫ്രൈമസ് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓ കാറ്റടിച്ച പറന്നു പോയില്ല. ഇട്ട് കൊടുത്തോ. ജോബിൻ അങ്കിളിന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ, മാമന്റെ ഗിഫ്റ്റാ. മാമൻ കൈ നീട്ടി തരുന്ന കേട്ടോ. മറ്റേ ഡയലോഗ് അടിക്കടാ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ നിങ്ങൾക്ക് കൊണ്ട് തരും. ചെറുക്ക കൈ കാണിച്ചു കൊടുക്ക്. ജോബിനങ്ങൾ ഇനിയും മാലയും വളയൊക്കെയായിട്ട് വരും. എടാ നീ വളർന്ന് വലുതാകുമ്പോഴേക്കും വീഡിയോ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പൊ ജോബിനെ താങ്ക് യു സോ മച്ച്. ജോബിന്റെ ആവശ്യം ആവശ്യം ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ജോബിന്റെ വെച്ചിന് മാമസം ഉടനെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വീട്ടിലോട്ട് പോലെ. അയ്യോ ഒരു ഫോട്ടോ എന്താ പൊന്നോ, എടുത്തോ എന്നാ അവരുടെ ഫോട്ടോ എടുത്തോ. ജോബിനെ നേരെ വീട്ടിലോട്ട് പോലെ. ഇനിയിപ്പോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി ഇടാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയാൻ. ഇപ്പൊ അപ്പ ഇവിടെ എല്ലാവർക്കും സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ നല്ല കപ്പ വേവിച്ചതിന്റെ മണം ഇവിടുന്ന് വരുന്നത് കേട്ടോ. വിശന്നിരിക്കുമ്പോ വരാൻ പറ്റിയ മണമാണ് കപ്പ വേവിച്ചതിന്റെ മണം. ആ ഇവിടെയൊക്കെ വണ്ടിയാണ് കേട്ടോ. എവിടെ അവിടെ ഇടാം അല്ലേ? ആ അങ്ങോട്ട് കയറ്റിയിടാം. ജിനോജൻ തിരക്കായുണ്ട്. ഫാദർ ഫുഡിലേക്ക് കടന്ന പിന്നെ അത് ശ്രദ്ധിക്കാൻ സമയമില്ല കേട്ടോ. അയ്യോ കോശി നിങ്ങളല്ലേ പള്ളി വരാഞ്ഞേ? പറഞ്ഞു രാവിലെ എണീറ്റപ്പോ ലേറ്റ്. എവിടുന്നാ വരുന്നത്? എറണാകുളത്ത് നിന്നാണോ പത്തനംതിട്ടനാണോ? എറണാകുളം വരുന്നല്ലേ ജെറിൻ അങ്കിൾ. അപ്പൊ നമ്മുടെ കസിൻസ് എല്ലാരും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ കുഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, ചെറിയൊരു സംഭവം. ഇവിടെ വേറെ ആണെന്ന് അർജുനോടെ പോയി. അർജുനോടെ പോയി അതോടെ കയറിപ്പോയോ? ഓക്കെ മമ്മിയുടെ അത് മമ്മി വേറെ സംഭവം കണ്ടായിരുന്നോ? ആദ്യം മളയിട്ടായിരുന്നു അറിയാം. അങ്ങനെയാണെങ്കിൽ കേക്ക് കട്ടിയല്ലേ? കേക്ക് കട്ടി. ആരാ കേക്ക് കട്ടി? അവന് കേക്ക് കൊടുക്കാൻ കറിയുന്നു. എനിക്കത്ര ഫുഡ് കഴിക്കാം. ജോൺ പറഞ്ഞ കോശിയുടെ ലൈറ്റിങ് ഭയങ്കര മോശമാണ് കേട്ടോ. അതൊക്കെ പഠിച്ചു. എടാ അതായത് ഫുഡ് കഴിക്കാം അല്ലേ? ബിബിച്ചേട്ടാ ഫുഡ് കഴിച്ചാലോ? ഫുഡ് കഴിച്ചാലോ? എന്നാ അർജുനെ രണ്ടുപേരെ പരിചയപ്പെടുത്തില്ല. അർജുന നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നതായിരിക്കും. അർജുന ഇതുവരെ അല്ലേ വീഡിയോ കാണിക്കാറ് ഞങ്ങൾ പലപ്പോഴും അർജുന പറയുന്ന ലക്ഷദ്വീപ് പോകുമ്പോഴും അവിടെ പോകുമ്പോഴും എല്ലാം വൈഫിനെ കൊണ്ടുവരാം. ലക്ഷദ്വീപ് പോയപ്പോൾ ബേബി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉള്ളു പറഞ്ഞേനെ. പിന്നെ എല്ലാ പ്രാവശ്യം ബേബി ഉള്ളതുകൊണ്ടാണ് ശരിക്കും സ്കിപ്പായത്. അർജുനോട് ഞാൻ നൈസായിട്ടൊന്ന് മണി കളിക്കാൻ ചീറ്റി പോയി കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്നാ കഴിക്കാം. ജെഫും വന്നിട്ടുണ്ട്. ജെഫിന് നമ്മുടെ കല്യാണ വീഡിയോസ് അത് എല്ലാവർക്കും അറിയായിരിക്കും. കല്യാണത്തിന് വന്നതിന് ശേഷം നമ്മുടെ അടുത്ത വീട്ടിൽ അടുത്ത ഫംഗ്ഷൻ ജനുഷയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. ജനുഷേട്ടൻ ഒന്നും പരിചയപ്പെടണോ? വേണ്ട. ജോബിന് ഇത്രയും മധുരം ഒന്നും കഴിക്കരുത്. നീ ഒരു ഷുഗർ ഫ്രീ ലൈഫിലോട്ട് വരണം. എന്ത് ചെയ്യണം നീ കഴിക്കുന്നത്? അപ്പൊ ഇനിയിപ്പം ഞാനും കൂടെ ഇങ്ങോട്ട് കഴിക്കും. ഞാൻ ഇന്ന് ചീറ്റാ. ഞാൻ ഇന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഫുൾ ഡയറ്റിലായിരുന്നു. ജോലി തിരക്കടെ വേണേലും നമ്മുടെ എസ് ചേട്ടൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോയിട്ട് തൃശ്ശൂർ വല്ല കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ചേട്ടൻ കഴിഞ്ഞ തൃശ്ശൂർ ചൂണ്ടിടാൻ പോയിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഫ്രോക്ക് മേടിച്ചോണ്ടാവും, പക്ഷെ ഒന്നും കിട്ടിയില്ലെന്നാ പറഞ്ഞേ. കുഴപ്പമില്ല, വാ കൊച്ചിനെ കാണിച്ചിടാം. കൊച്ചിനെ കണ്ടില്ലല്ലോ. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ചെറുക്കനാണെങ്കിൽ അവന് ഇച്ചിരി ടയേർഡായി കേട്ടോ. കാര്യം എല്ലാവരും ഒക്കെ എടുത്തു. പിന്നെ ആണെങ്കിൽ അവന് കുറേ വളയൊക്കെ കിട്ടി, അവന് കുറേ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചെറുക്കാപ്പി, എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചെറുക്കാപ്പി. ഓ ആയിക്കോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് വേണം അല്ലേ? ചേച്ചി അങ്ങോട്ട് പോകുന്നില്ലോ? ഓ എത്രയോ മാസങ്ങൾക്ക് ശേഷം കറക്റ്റ് ചേച്ചി ഇപ്പം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. നമ്മൾ ഒരുമിച്ച് ഫിഷിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ നാളെ തന്നെ പോവാണ് കേട്ടോ. ചേച്ചി ഇത്ര നാൾ 3 മാസം മീൻ പിടിക്കാൻ, 3 മാസം അല്ല, ഒരു 4-5 മാസം അല്ലേ? ഒരു 4-5 മാസം ചേച്ചി മീൻ പിടിക്കാതിരുന്നതിന്റെ കേടും പലിശയും തീർത്ത് നാളെ നമ്മൾ എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടി പോകും. അതിൽ എവിടെയാണെന്ന് പറയുന്നില്ല, അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പറയുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ജൂനിയർ ജിനോ ചാച്ചൻ എല്ലാവരും ഉണ്ട് കേട്ടോ.
അതായത് ഞാൻ പഠിച്ച സ്കൂളാണ്. നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇവരിവിടെ പഠിക്കുന്ന പിള്ളേരാണ്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരാണ് ഇവിടെ എല്ലാവരും. അപ്പൊ കാണാം കേട്ടോ. എടാ വിഷയിക്കാണ്ട് വന്നേ. അപ്പൊ കാണാം കേട്ടോ. ഓ അർജുൻ, ട്യൂസ്ഡേ ലൈറ്റ്സ് ആണ് നമ്മുടെ ബാപ്റ്റിസം കവർ ചെയ്യുന്നത്. എടാ മനു, ഇവിടെ നല്ല ഓഫ് റോഡ് പോയിട്ട് വരുന്നതെന്ന് തോന്നും, പക്ഷെ ഓഫ് റോഡ് അല്ല കേട്ടോ, നമ്മുടെ റോഡിന്റെ അവസ്ഥയാണല്ലേ അർജുനെ? കണ്ടു കഴിഞ്ഞാൽ ഓഫ് റോഡ് പോയാലും കേട്ടോ, വണ്ടി നല്ല ചെളി കുതിർന്ന് കിടക്കുവാണ് കേട്ടോ. വന്ന കാലം നിൽക്കാതെ വന്ന കാര്യം പറ അർജുനെ. അമ്മ അർജുൻ ഞാൻ പോകുന്ന പ്രമാണിച്ച് ചേച്ചിക്ക് എന്നാ സാധനം? ഇതെന്നത് ചേച്ചിക്ക് എന്താ തുറന്നടാ? ഓ ഇത് അടിപൊളിയാണല്ലോ. ആ ഇത് ഞാനും അഞ്ചും അടുത്ത ഫോട്ടോ കാണിച്ച് എന്റെ ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇത് ജിനോചാച്ചനും ചേച്ചിയും. അടിപൊളി, താങ്ക് യു സോ മച്ച് ജിനോജ്. നമ്മുടെ ബാപ്റ്റിസത്തിന്റെ വീഡിയോഗ്രാഫിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ബാപ്റ്റിസത്തിന്റെ ഫോട്ടോ ഫുൾ എടുത്തിരിക്കുന്ന അർജുനാണ്, ട്യൂസ്ഡേസ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സർപ്രൈസ് ആയിട്ട് ബാപ്റ്റിസം കഴിഞ്ഞ എത്ര ദിവസമായി? അല്ലാതെ കളർ ടോൺ അല്ലേ? കളർ ടോൺ കൊച്ചിക്ക് ഒരു വലിയ താങ്ക്സ് കേട്ടോ. നമ്മുടെ വെഡിങ് ഉണ്ടായിരുന്നു, ചെയ്തു തന്നോ? അപ്പൊ നമ്മൾ കളർ ടോൺ കൊച്ചിക്ക് ഒരു വലിയ താങ്ക്സ് കേട്ടോ. അർജുൻ എന്നാൽ 4 ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഒന്ന് തുറന്ന് കാണിച്ചേ, ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചേ. അടിപൊളി. എടാ ഇത് രസമുണ്ടല്ലോ പ്രിന്റ്. ഞാൻ എന്റെ ഫോട്ടോ നോക്കട്ടെ. ഇത് അടിപൊളി ഫോട്ടോ കേട്ടോ. എന്നെ കാണിച്ചേ, എന്നെ കാണിക്കേ. അപ്പൊ എന്തെങ്കിലും ബാപ്റ്റിസം, കല്യാണം, എൻഗേജ്മെന്റ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ടൂൾസ് ഇൻസ്റ്റാഗ്രാം പേജ് വിളിച്ചാൽ മതി അല്ലേ? അതെ ഞാൻ 1, 2, 3, 4 ഫോട്ടോ മതി അർജുനെ. താങ്ക് യു. ആര് ഡിസൈൻ ചെയ്താരാ? നിസിൻ. പോപ്പി ഫോട്ടോ എടുത്ത പോപ്പിനെ എനിക്കറിയാം. പിന്നെ ഈ നിസിൻ ആണെങ്കിൽ രാവിലെ എനിക്ക് എന്നിട്ട് അപ്പൊ തന്നെ വന്നിടാൻ എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് ആൽബം ഡിസൈൻ ചെയ്ത് വേണം ചെയ്തോ. അപ്പൊ തന്നെ ഒന്ന് കഷ്ടപ്പെട്ട്. അടിപൊളി. അപ്പൊ നിസിനും പോപ്പിക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അർജുന താങ്ക്സ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ എടാ, അപ്പൊ താങ്ക് യു.